ഈ ലൈവ് പെർഫ്യൂം മിക്സിനെ കുറിച്ച് എന്താ അഭിപ്രായം എൻ്റെ അടുത്ത് ചിലർ ചോദിക്കലുണ്ട്. അപ്പോൾ ചിലർ പറയും അത് ഒരിക്കലും വാങ്ങരുത്, തെറ്റാണ്, അത് വാങ്ങരുതെന്ന് പറയുന്നവരുണ്ട്. എന്നാൽ അതിനെ നന്നായിട്ട് പ്രൊമോട്ട് ചെയ്യുന്നവരുണ്ട്. ശരിക്കും ഇത് എന്താണ് സംഭവം എന്ന് വെച്ചാൽ, ഞാൻ മനസ്സിലാക്കിയൊരു കാര്യം പറയാം. അതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാക്കിയാൽ മതി. അത് വലിയൊരു തെറ്റാണെന്നൊന്നും എനിക്ക് പറയാൻ പറ്റില്ല. കാരണം അത് ഓരോരുത്തരുടെ ഇഷ്ടമാണ്. അത് സെല്ല് ചെയ്യുന്നവരുണ്ട്, വാങ്ങുന്നവരുണ്ട്. അതൊന്നും വലിയ തെറ്റോ കാര്യങ്ങളൊന്നുമില്ല. അങ്ങനെ റിട്ടേൺ റൂളൊന്നുമില്ലല്ലോ. അത് ആരാണ് തീരുമാനിക്കുന്നത്? അത് വാങ്ങുന്നതല്ല തീരുമാനിക്കേണ്ടത്. അപ്പോൾ ഇതിൻ്റെ വ്യത്യാസം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിപ്പോൾ ഒരു ബ്രാൻഡിൻ്റെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിയാൽ ഇത് ഒരു ഫിനിഷ്ഡ് പ്രൊഡക്റ്റാണ്. ഇതിലിനി നമുക്ക് പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല, വാങ്ങുക, യൂസ് ചെയ്യുക, അത്രേ ഉള്ളൂ. പക്ഷേ ലൈവ് മിക്സിംഗ് എന്ന് പറഞ്ഞാൽ അതിന് കുറച്ച് പ്രോസസ്സ് ബാക്കിയുണ്ട്. സോ അത് അൺഫിനിഷ്ഡ് ആണ്. അതൊരു എന്താ പറയുക, നമ്മൾ ഹാഫ് കുക്ക് എന്നൊക്കെ പറയും, ചപ്പാത്തിയൊക്കെ വാങ്ങിക്കില്ലേ, അതുപോലെ ഹാഫ് കുക്ക്ഡ് ആയിട്ടുള്ളൊരു പ്രൊഡക്റ്റാണ്. ബാക്കി പ്രോസസ്സ് നമ്മൾ ചെയ്യണം. സോ അത് നമ്മൾ വീട്ടിൽ കൊണ്ടുവന്ന് സ്റ്റോർ ചെയ്ത് റെസ്റ്റ് ചെയ്യാനൊക്കെ വയ്ക്കുമ്പോൾ മാസറേഷൻ എന്നൊക്കെ പറയും. അപ്പോൾ നമ്മൾ നോർമൽ റൂം ടെമ്പറേച്ചറിൽ വെച്ച് മാസറേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റേതായ പ്രശ്നങ്ങൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. കാരണം റൂം ടെമ്പറേച്ചറിൽ ചിലപ്പോൾ എ സി ഓൺ ആയിരിക്കും, ചിലപ്പോൾ എ സി ഓഫ് ആയിരിക്കും. ടെമ്പറേച്ചർ കൺസിസ്റ്റൻ്റ് അല്ല. ചിലർ ഫ്രിഡ്ജിൽ വയ്ക്കും, ഫ്രിഡ്ജിൽ വെച്ചാലും ഇതേ പ്രശ്നങ്ങൾ വരും. അനാവശ്യമായി ഈർപ്പം കയറുന്ന പ്രശ്നങ്ങൾ വരും. ഫ്രിഡ്ജിൽ വെക്കരുതെന്നാണ് കൂടുതൽ ആൾക്കാർ പറയൽ. അപ്പോൾ നമ്മളായിട്ടത് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നങ്ങൾ അതിനുണ്ടാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ടാണ് നമ്മളത് അധികം റെക്കമെൻഡ് ചെയ്യാത്തത്. അതല്ലാതെ അത് വലിയെന്തോ സംഭവം മിസ്റ്റേക്ക് ആയതുകൊണ്ടല്ല. പക്ഷേ ബ്രാൻഡാണെങ്കിൽ അവർക്ക് ഫുൾ സെറ്റപ്പ് ഉണ്ട്. അവരുടെ കെമിസ്റ്റോ അല്ലെങ്കിൽ അവരുടെ അനലിസ്റ്റോ പറയുന്ന ആ ഒരു ടെമ്പറേച്ചറിൽ കൃത്യമായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാനുള്ള സെറ്റപ്പ് അവർക്കുണ്ട്. സോ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് വരുന്നത് കൊണ്ട് ഇതിൻ്റെ ക്വാളിറ്റി കൂടുതലായിരിക്കും. മറ്റേതിൻ്റെ ആ ഒരു ക്വാളിറ്റി അതിനനുസരിച്ച് വ്യത്യാസമുണ്ടാവും. ഇത് മനസ്സിലാക്കിയാൽ മതി. അപ്പോൾ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നിങ്ങളത് ഓക്കെയാണ്, നിങ്ങൾ പൈസ മുടക്കാൻ റെഡിയാണെങ്കിൽ നോ പ്രോബ്ലം. അത് നിങ്ങളുടെ ഇഷ്ടം, അത് വാങ്ങുന്നവരുടെ ഇഷ്ടമാണ്. അപ്പോൾ നമുക്ക് കംപ്ലീറ്റ് തെറ്റാണെന്ന് പറയാൻ പറ്റില്ല, അത് കംപ്ലീറ്റ് ശരിയാണെന്നും പറയാൻ പറ്റില്ല. സോ യു ഹാവ് ടു ഡിസൈഡ്.